ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ്, കുഴയ്ക്കുന്ന താമസമേ ഉള്ളൂ. പുട്ടിന് കുഴയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് തേങ്ങായി വിട്ട് നമ്മളൊരു ഹെൽത്തി മീൽ പ്ലാൻ ആകുമ്പം കുറച്ച് മതി തേങ്ങയൊക്കെ. അപ്പം എന്താ കുറച്ചെങ്കിലും ഇടണം ചില്ലിന് മുകളിൽ, അല്ലെങ്കിൽ പുട്ടുപൊടി താഴോട്ട് പോവല്ലോ. അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു പുട്ട് തയ്യാറാക്കി. അപ്പോൾ ഇതാണ് മോർണിംഗ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് പയർ പുഴുങ്ങിയത്, അതിനകത്ത് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഒരു എഗ്ഗ്, ഫ്രൈഡ് എഗ്ഗും ഒരു ചില്ല് ഗോതമ്പ് പുട്ടാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. ചായയോ കോഫിയോ ഒന്നും കുടിക്കുന്നില്ല. സ്ക്യൂഡ് വിത്ത് ബേബി സ്പിനാച്ച്, ഇതാണ് ഇന്നത്തെ ലഞ്ചിന് നമ്മൾ കഴിക്കുന്നത്. കഴിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ കഴിക്കുന്നുണ്ട്. അത് ഞാൻ ഇന്ന് കഴിക്കുന്നത് ഓറഞ്ചും കുറച്ച് ബെറീസുമാണ്. അത് ഇതിൻ്റെ വീഡിയോ ഇതിനകത്ത് എടുത്തിട്ടില്ല, പക്ഷെ അതാണ് കഴിക്കുന്നത്. ഡിന്നറിന് ഒരു പീസ് സ്വീറ്റ് പൊട്ടറ്റോയും കുറച്ച് സ്റ്റിർ ഫ്രൈ വെജിറ്റബിളും അതുപോലെ തന്നെ കുറച്ച് ക്രാബ് റോസ്റ്റും കൂടെ എടുക്കുന്നുണ്ട്. ക്രാബ് റോസ്റ്റിൽ ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഹൈ പ്രോട്ടീന് എല്ലാം ഉണ്ട്. ക്രാബ് മീറ്റ് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ എയും സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ സ്റ്റിർ ഫ്രൈ വെജിറ്റബിൾ, അത് സ്വിച്ചിനിയും ക്യാബേജുമാണ് അതിന് വേണ്ടി എടുത്തേക്കുന്നത്. ലോ കലോറി എന്നാലും ഫൈബറൊക്കെ അടങ്ങിയ നല്ല ഒരു വെജിറ്റബിൾ ആണ്. ഇതെല്ലാം കൂടെ നല്ല ഒത്തിരി നല്ല ശരീരത്തിന് വേണ്ടിയ എല്ലാ പോഷക ഗുണങ്ങളും അടങ്ങിയ നല്ലൊരു ഡിന്നറാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ടീ ആണ് കുടിച്ചത്.